ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ എന്ന് ഖുർആൻ സ്വഹാബത്തിനെ പറ്റി പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, അത് സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹ് സെലക്ട് ചെയ്ത് പഠിച്ചവരാണ് സ്വഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒത്തുവന്ന് ജീവിച്ചതല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം അങ്ങ് ഒത്തുവന്നതല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീന് നേരെ പകർന്നെടുക്കാനുള്ള ഏറ്റവും വലിയ ബുദ്ധി കൊടുത്തുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു അന്ന് പഠിച്ചത് തന്നെ. അങ്ങനെയാണ് എല്ലാ സ്വഹാബിമാരും. ആ സ്വഹാബിമാരിൽ ഏറ്റവും ദൂരെ നിൽക്കുന്ന, അല്ലെങ്കിൽ താഴെ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്വഹാബി ഉണ്ട് എങ്കിൽ, താഴെ എന്ന് പറഞ്ഞതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ജീവിതകാലത്ത് ഒരു സെക്കൻഡ് ഈമാനോട് കൂടെ ഒത്തൊരുമിച്ച് കൂടി, രണ്ടാമത്തെ സെക്കൻഡിൽ മരണപ്പെട്ടു, ഷഹീദായി, ഒരൊറ്റ സുജൂദും ചെയ്തിട്ടില്ല, ഒരൊറ്റ നിസ്കാരവും നിർവഹിച്ചിട്ടില്ല. അതിനുള്ള സമയം കിട്ടുന്നതിൻ്റെ മുമ്പ് ശത്രുവിൻ്റെ ഭാഗത്തിൽ നിന്ന് വന്ന അമ്പ് തറച്ചുകൊണ്ട് ഷഹീദായ സ്വഹാബികളുണ്ട്. ആ സ്വഹാബിയുടെ സ്ഥാനത്തേക്ക് പോലും ലോകത്ത് പിന്നീട് വന്ന സ്വഹാബിമാരല്ലാത്ത എത്ര വലിയ കുത്തുബുകളാണെങ്കിലും, കുത്തുബുൽ അഖ്താബുകളാണെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹബത്ത് ഒരു മിനിറ്റ് ലഭിച്ച സ്വഹാബിയുടെ സ്ഥാനത്തേക്ക് എത്തുകയില്ല എന്ന് മുസ്ലിം ലോകത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായമാണ്. ആ നിലക്ക് ശക്തമായ ഉറപ്പുള്ള ഈമാൻ, അവരാണ് സ്വഹാബികൾ എന്ന് പറയുന്നവർ. ആ സ്വഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങിയ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണങ്ങളാണ് ദീന്, ഇസ്ലാം, അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ കൊടുക്കുന്നത് ബാബു അൽ ഇന്നമൽ ഇൽമു ബിത്തഅല്ലുമി. ആ അധ്യായം തുടങ്ങുന്നത് തന്നെ അൽ ഇൽമു ഖബിലൽ ഖൗലി എന്ന് പറഞ്ഞിട്ട് ഇന്നമൽ ഇൽമു ബിത്തഅല്ലുമി. ആഫിൽ ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടെ വിശദീകരണം കൊടുത്തത് കാണാം. ഇന്നമൽ ഇൽമുൽ മുഅ്തബറു ഫി ശറഇ, ശറഇൽ പരിഗണനാർഹമായ, പരിഗണനീയമായ സ്ഥാനമുള്ള അറിവ് ബിത്തഅല്ലുമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് പഠിച്ചെടുത്ത അറിവാണ്. നബിയുടെ ജീവിതകാലത്ത് നബിയിൽ നിന്ന് പഠിച്ചെടുത്ത അറിവ്, ആ സ്വഹാബിമാരിൽ നിന്ന് അവരുടെ ശിഷ്യന്മാരാകുന്ന താബിഈങ്ങൾ പഠിച്ചെടുത്ത അറിവ്, താബിഈങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ അവര് പഠിച്ചെടുത്ത് ഇവിടെ പ്രചരിപ്പിച്ച അറിവ്, അതാണ് ഇസ്ലാം ദീനിൽ പരിഗണിക്കപ്പെടുന്ന അറിവ്. ആ അറിവിന് വിപരീതമായി അല്ലാഹു തആല ഒരു ചര്യ ഇവിടെ വെച്ചിട്ടില്ല ദീനിന്. ആ അറിവിനെതിരായിട്ട് ആരൊക്കെ എന്തറിവ് പറഞ്ഞാലും ആ അറിവ് ദീനില്ല, അതിനൊരു വിലയും ഇല്ല. ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മീസാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ബഹുമാനപ്പെട്ട അയിമ്മത്തുൽ അർബഅ, 4 ഇമാമുമാർ, മുസ്ലിം ലോകം അവരുടെ കർമ്മങ്ങൾ ചിട്ടപ്പെടുത്തിയത്, അവരിന്ന് കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതും ഈ 4 ഇമാം പറഞ്ഞതിനനുസരിച്ചാണ്. ലോക മുസ്ലിമീങ്ങളുടെ ഇന്നേ വരെയുള്ള ചരിത്രവും അങ്ങനെയാണ്. ആ 4 ഇമാമുമാർ പറഞ്ഞു വെച്ച ആശയത്തിന് എതിര് ആരെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടതാണെങ്കിലും മുസ്ലിം ലോകത്ത് അതിനൊരു പരിഗണനയും ഇല്ല എന്നുള്ളത് അയിമ്മത്തുകളുടെ ഏകകണ്ഠമായ അഭിപ്രായമാണ്. അത് പറഞ്ഞു വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട 4 മദ്ഹബിന്റെ ഇമാമുമാർ കർമ്മപരമായ കാര്യങ്ങളിൽ മാത്രമല്ല അവർ ഇമാമുമാർ എന്ന് പറയുന്നത്, മറിച്ച് നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ, നമ്മുടെ നിലപാടുകൾ, അതൊക്കെ ബഹുമാനപ്പെട്ട 4 മദ്ഹബിന്റെ ഇമാമുമാർ നമുക്ക് രൂപപ്പെടുത്തി തന്നിട്ടുണ്ട്. പ്രത്യേകമായി അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ വന്നപ്പോ
ആ 4 ഇമാമുമാരുടെ വിശ്വാസ കാര്യങ്ങൾ നമുക്ക് ക്രോഡീകരിച്ചു തന്നത് അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം അബൂ മൻസൂറുൽ മാതുരീദി റളിയല്ലാഹു അൻഹുമാ. അവർ രണ്ടുപേരുമാണ് എന്നതുകൊണ്ട് വിശ്വാസ രംഗത്ത് അവർ രണ്ടുപേരെയും നമ്മൾ ഇമാമുമാരായി പരിചയപ്പെടുത്തും. യഥാർത്ഥത്തിൽ അവർ നമുക്ക് ക്രോഡീകരിച്ചു തന്നത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മദ്ഹബിന്റെ 4 ഇമാമുമാരുടെ നിലപാടുകളാണ് ക്രോഡീകരിച്ചു തന്നത്. തത്വത്തിൽ നമ്മുടെ വിശ്വാസ കാര്യങ്ങളാവട്ടെ, കർമ്മപരമായ കാര്യങ്ങളാവട്ടെ, അതിൻ്റെയൊക്കെ മാതൃക ഈ 4 ഇമാമുമാരാണ്. പരിശുദ്ധ ഇസ്ലാം 3 ഭാഗങ്ങളുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അതിലെ പ്രധാനപ്പെട്ട ഭാഗം ഉസൂലുദ്ദീൻ, അഖീദ, വിശ്വാസപരമായ കാര്യങ്ങളാണ്. ഫുറൂദ്ദീനാണ് രണ്ടാമത്തെ പാർട്ട്. മൂന്നാമത്തെ പാർട്ട് അഖ്ലാഖുദ്ദീൻ, സ്വഭാവ സംസ്കരണ ശാസ്ത്രമാണ്. രണ്ടാമത്തത് കർമ്മശാസ്ത്രമാണ്. ഒന്നാമത്തത് വിശ്വാസ ശാസ്ത്രമാണ്. ഈ 3ഉം കൂടിയതാണല്ലോ അള്ളാഹുവിന്റെ ദീന് എന്ന് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. മുസ്ലിമായി ഉള്ള ഏത് ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്കൊക്കെ തലബുൽ ഇൽം, അറിവ് പഠിക്കൽ, വാജിബുൻ അല്ലെങ്കിൽ ഫരീളത്തുൻ, അത് നിർബന്ധമാണ്, ഫർളാണ് എന്നാണ്. ഈ പറഞ്ഞ 3 ഇൽമും അതിൽ പെട്ടു. തലബുൽ ഇൽം എന്ന് പറഞ്ഞാൽ അഖീദ സംബന്ധമായ ഇൽമു പെട്ടു, അതുപോലെ കർമ്മപരമായ കാര്യങ്ങളുടെ ഇൽമു പെട്ടു, സ്വഭാവ സംസ്കരണം എന്ന് പറയുന്ന തസവുഫിന്റെ ഇൽമും പെട്ടു. ഈ 3 ഇൽമും പഠിക്കൽ നിർബന്ധമാണ്. എത്ര പഠിക്കണം? ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജുൽ ആബിദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. 3 ഇൽമും ഇതിൽ പെടും. അഥവാ അഖീദയുടെ ഇൽമു പെടും, ഫിഖ്ഹിന്റെ ഇൽമു പെടും, തസവുഫിന്റെ ഇൽമു പെടും. ഇത് 3ഉം ഫർളാണ്. ഇത് 3ഉം ഫർളാണെന്ന് പറയുമ്പോ എത്രയാണ് ആ ഫർളിന്റെ ഖദർ? വാജിബായ ഖദർ എന്നാണ് അതിന് പറയാം. വിശ്വാസപരമായിട്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്കറിയേണ്ടുന്ന അത്രയും കാര്യങ്ങൾ, ദീനിന്റെ അടിത്തറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തുമായി ബന്ധപ്പെട്ട വിശ്വാസ കാര്യങ്ങൾ, അള്ളാഹു ഏകനാണ്, അവന് പാടില്ലാത്ത കാര്യങ്ങളും അനിവാര്യമായ സിഫാത്തുകൾ, ഇങ്ങനെ തുടങ്ങിയ ഒരാളുടെ ഈമാൻ ശരിയാവാൻ എന്തൊക്കെ വേണോ അത്രയും കാര്യങ്ങളെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരാൾ പഠിക്കൽ നിർബന്ധമുള്ളൂ. അതിനപ്പുറം ഇൽമുൽ കലാം എന്ന് പറഞ്ഞ അള്ളാഹുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം അറിവുകളുണ്ട്. അത് ഓരോ മുസ്ലിമും പഠിക്കൽ നിർബന്ധമുള്ള കാര്യമല്ല, ഫർള് കിഫയാണ്. ഒരാളുടെ ഈമാൻ ശരിയാക്കി കൊടുക്കാൻ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു സംശയം ഒരാൾക്കുണ്ടായാൽ അത് തീർത്തു കൊടുക്കാനുള്ള പണ്ഡിതന്മാർ വിശ്വാസപരമായ കാര്യങ്ങൾ കൂടുതൽ പഠിക്കണം. അതുപോലെ കർമ്മപരമായ കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധമാണെന്ന് നബി പറഞ്ഞത് എത്രയാണ്? നിസ്കരിക്കാനുള്ള അവന്റെ കർമ്മം, നിസ്കാരം ശരിയാവാനുള്ള കാര്യങ്ങൾ, നോമ്പ് ശരിയാവാനുള്ള ഷർത്ത്, ഫുറൂദുകൾ, സക്കാത്ത് കൊടുക്കാൻ കാശുണ്ട് എങ്കിൽ അപ്പോൾ സക്കാത്തിനെ പറ്റി പഠിക്കണം. ഹജ്ജിന് ചെയ്യാനുള്ള കാശുണ്ട് എങ്കിൽ അപ്പോൾ ഹജ്ജ് ക്ലാസ്സിൽ പങ്കെടുത്ത് ഹജ്ജ് പഠിക്കണം. ഇങ്ങനെ അവനവന്റെ അമലുകൾ ശരിയാക്കാൻ എത്ര അറിവ് വേണോ അത്രയാണ് നിർബന്ധമായ ഖദർ. അതിലപ്പുറം ഫത്വ കൊടുക്കാനും ഖളായിന് വേണ്ടിയൊക്കെ ഖാദിമാരും പണ്ഡിതന്മാരൊക്കെ പഠിക്കൽ ഫർള് കിഫയാണ്. ഫർള് ഖദർ എല്ലാവർക്കും ഉള്ളത് അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് 3ാമത്തെ പാർട്ടാകുന്ന ഇൽമു തസവുഫും. തസവുഫിന്റെ അറിവും അവനവന്റെ ഇൽമ്, അവന്റെ കർമ്മങ്ങൾ റിയായിൽ നിന്ന് രക്ഷപ്പെടണം, കിബിർ, ഹസദ്, ഉജുബിൽ നിന്ന് കൽബ് ശുദ്ധിയാക്കണം. ഇങ്ങനെയുള്ള നിർബന്ധമായ ഭാഗം, കർമ്മങ്ങൾ ശരിയാവാനുള്ള അത്രയും ഇഖ്ലാസ്, അത് തസവുഫിന്റെ ഭാഗമായി പഠിക്കൽ നിർബന്ധമാണ്. അതിനപ്പുറം ആര് പഠിക്കണം? നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫർള് കിഫയുള്ളതുപോലെ അങ്ങനെ അതും നിർബന്ധമുള്ളൂ. ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് തസവുഫിന്റെ അറിവ് എല്ലാവരും പഠിക്കൽ ഫർളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അഖീദയുടെയും അതുപോലെ ഫിഖ്ഹിന്റെയും കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുന്നത് പോലെ ഖദറുൽ വാജിബ് അതിലും നിർബന്ധമാണ്. തലബുൽ ഇൽമി ഫരീളത്തുൻ, അല്ലെങ്കിൽ തസവുഫ് ഫർളാണ് എന്ന ഹദീസ് അല്ലെങ്കിൽ മഹാന്മാരായ ആളുകളുടെ ഇബാറത്തൊക്കെ കണ്ടാൽ അതാണ് അതുകൊണ്ടുള്ള താല്പര്യമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത് ഉറച്ച ഈമാന് വേണം.
അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ ഒന്നാമതായിട്ട് വേണ്ടത് ഈ 3 പാർട്ടുകളിൽ വിശ്വാസം ശരിയാവാതെ കർമ്മമുണ്ടായിട്ട് കാര്യമില്ല. വിശ്വാസം ശരിയാവാതെ തസൗഫ് ഉണ്ടായിട്ട് കാര്യമില്ല. വിശ്വാസം ശരിയാകാത്തയുള്ള കർമ്മം ബിദ്അത്ത് എന്നാണ് അതിന് നമ്മൾ പറയുക. അതുപോലെ വിശ്വാസം ശരിയാകാത്ത തസൗഫ് ലലാലത്ത് എന്നാണ് പറയുക. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്കിത് 3 വേണം. തസൗഫിന്റെ ഭാഗം വേണം, അഖ്ലാഖുദ്ദീൻ സ്വഭാവ സംസ്കരണം വേണം, ഉറച്ച ഈമാൻ വേണം, അതുപോലെ നല്ല കർമ്മങ്ങൾ വേണം. ഉറച്ച ഈമാൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഈമാനിന് ചെറിയ കേട് വന്നു കഴിഞ്ഞാൽ അഹ്ലുസുന്ന വൽ ജമാഅ പ്രതിനിധാനം ചെയ്യുന്ന സ്വഹാബത്ത് പഠിപ്പിച്ച അയിമ്മത്ത് പഠിപ്പിച്ച ആ വിശ്വാസധാര അതിന് ചെറിയ പുഴുക്കുത്ത് വന്നു പോയാൽ ഒരാൾക്ക് വിശ്വാസത്തിൽ കൽബിൽ ചെറിയ രോഗം വന്നാൽ, വിശ്വാസത്തിന് ചെറിയ രോഗം വന്നാൽ അത് പനി പിടിച്ചവനെ പോലെയാണ്. പനി പിടിച്ച ആൾക്ക് നല്ല മധുരമുള്ള ചായ കുടിച്ചാലും കയ്പാണെന്ന് തോന്നിപ്പോകും, നല്ല വെള്ളം കുടിച്ചാലും കയ്പ് തോന്നിപ്പോകും. എന്നതുപോലെ ഒരാളുടെ വിശ്വാസത്തിന് പുഴുക്കുത്ത് വന്നുപോയാൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആശയാദർശങ്ങളിൽ സംശയം വന്നുപോയാൽ അവർ പിന്നെ എല്ലാ കർമ്മങ്ങളിലും സംശയം വരും. ചില കർമ്മങ്ങളൊക്കെ അവന് കയ്പായി തോന്നും, അവന് ഉറൂസ് കയ്പായി തോന്നും, മൗലിദ് കയ്പായി തോന്നും, അതുപോലെ തന്നെ സിയാറത്ത് കയ്പായി തോന്നും. ഇങ്ങനെയുള്ള കയ്പ് തോന്നുന്നത് വിശ്വാസത്തിന് ചെറിയ തകരാറ് വരുമ്പോഴാണ്. മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വിശദീകരിച്ച് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, വമല്ലം യസ്ബുത്ത് ഈമാനുഹു ബിൽ അഖീദത്തി, ഒരാളുടെ വിശ്വാസം അവൻ നല്ല രൂപത്തിൽ അത് ഉറപ്പിച്ചിട്ടില്ല എങ്കിൽ, അതിൻ്റെ വേരുകൾ അടിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടില്ല എങ്കിൽ, അതുപോലെ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ വിശ്വാസത്തിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ, കാറ്റ് വരുമ്പോ കടപുഴകി വീണു പോകുന്ന മരം പോലെയായിപ്പോഴും. അടിയിലേക്ക് വേര് ഉന്നാത്ത, ഇൽമു കൊണ്ടും അമല് കൊണ്ടും വിശ്വാസത്തിനെ ഉറപ്പിക്കാത്തവർ ചെറിയ പ്രയാസം വരുമ്പോഴേക്ക് ഈമാനിൽ നിന്ന് തെറ്റിപ്പോകും. അതുകൊണ്ട് എപ്പോഴും ഈമാൻ അത് അറിവ് കൊണ്ട് അതിനെ ഉറപ്പിക്കണം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു കലിമത്തൻ ത്വയ്യിബ. അല്ലാഹു ഉദാഹരണം പറഞ്ഞത് കശജറത്തിൻ ത്വയ്യിബ, അത് നല്ല ഉറച്ച മരം പോലെയാണ്. അസ്ലുഹാ സാബിത്തുൻ വഫറുഹാ ഫിസ്സമാ. നല്ല ഉറച്ച ഈമാൻ ഉള്ളവരുടെ ഉദാഹരണം അടിയിലേക്ക് വേര് ഊന്നി ഇറങ്ങിയ നല്ല തടിച്ച മരം പോലെയാണ്. ഫറുഹാ ഫിസ്സമാ, അതിൻ്റെ ചില്ലകളൊക്കെ ആകാശത്ത് ഉയർന്ന സ്ഥലത്ത് അതിങ്ങനെ ചില്ലകളൊക്കെ ഇങ്ങനെ പരുത്തി നിൽക്കുന്നുണ്ട്. ആ ചില്ല കൊണ്ട് പലർക്കും ഉപകാരം കിട്ടും. തൂത്തി ഉക്കലഹ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹാ, അല്ലാഹുവിൻ്റെ പ്രത്യേകമായ ഇനായത്ത് അവർക്കുണ്ടാകും. അവരുടെ ഫലങ്ങൾ അത് കാലങ്ങൾ മുറിയാതെ അനവരതം അവര് ലോകത്തിന് അവരുടെ ഫലങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട്, ഇതിന്റെ ഉദാഹരണമാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു വലിയ മരമാണ്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വലിയ മരമാണ്. ആഴത്തിലെ ഈമാൻ ഉറച്ച് ഇൽമു കൊണ്ട് ഈമാൻ ഉറപ്പിച്ച വലിയ മരങ്ങളാണ് അയിമ്മത്തുൽ അർബഅ. അവര് അല്ലാഹുവിന്റെ പ്രത്യേകമായ ഇനായത്ത് അവർക്കുണ്ട്. അല്ല ഇൽമു അവരുടെ കൽബിൽ ഇങ്ങനെ പടച്ചു കൊടുക്കും. അയിമ്മത്തുകളെ പറ്റി ഷഹറാനി ഇമാമു പറഞ്ഞത് കാണാം, മാ ദവ്വന, അവർ ഒരു മസ്അലയും ഇവിടെ ക്രോഡീകരിച്ചിട്ടില്ല. ഇല്ലാ വതലഖാഹാ മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇവിടെ ഒരു മസ്അലയും പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ട് നേരെ അങ്ങ് പറഞ്ഞതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കണ്ടുമുട്ടുന്നു. എന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുന്നു, ഞാൻ ഇന്നാലിന്ന ആയത്തിൽ നിന്ന് ഇന്നാലിന്ന ഹദീസിൽ നിന്ന് ഇങ്ങനെ മസ്അല ഇസ്തിംബാത്ത് ചെയ്തിട്ടുണ്ട്, ഇത് ശരിയാണോ നബിയെ? അവിടുത്തെ സമ്മതമുണ്ടോ? അങ്ങനെ നബി തങ്ങൾ സമ്മതിക്കാതെ ഇഖ്റാർ ചെയ്യാതെ ഷാഫി ഇമാം ഒരു മസ്അലയും ക്രോഡീകരണം നടത്തിയിട്ടില്ല. ദീനിലൊരു മസ്അലയും ഷാഫി ഇമാമു പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞതാരാ? ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് തന്നെ പറയുന്നുണ്ട്, മാബിത്തു ലൈലത്തൻ ഇല്ലാ വറഅയ്തു ഫീഹാ റസൂലല്ലാഹ്, ഞാൻ ഒരൊറ്റ രാത്രിയും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ ഞാൻ ഒരൊറ്റ രാത്രിയും ഉറങ്ങിയിട്ടില്ല. നബി തങ്ങൾ അങ്ങനെ കണ്ട് റൂഹിയായ തലക്കി, അതുപോലെ തന്നെ യഖ്ലത്തിലുള്ള ഒരുമിച്ച് കൂടൽ, 4 ഇമാമുമാരും അങ്ങനെ ഒരുമിച്ച് കൂടി. അങ്ങനെ അല്ലാതെ അവരൊരു മസലയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രല്ല, എല്ലാ അയിമ്മത്തുകളുടെയും വറയിന്റെ മാതൃക, സൂക്ഷ്മതയുടെ മാതൃക ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറയാൻ. ഇമാം സിയർ അഅ്ലാമിൻ നുബലായിൽ ഇമാം ദഹബിയും പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ആ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ആളുകൾ ഒളു ചെയ്യുമ്പോൾ നമ്മൾ മുഖം കഴുകുമ്പം കണ്ണുകൊണ്ട് ചെയ്ത തെറ്റുകൾ മുഖം കഴുകുമ്പോൾ ഒലുടുക്കുമ്പോൾ മുഖം കഴുകുമ്പം ആ വെള്ളത്തുള്ളിയിലൂടെ ഒലിച്ചു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സഹിയായ ഹദീസ് കാണാം. കൈ കഴുകുമ്പോൾ കൈ കൊണ്ട് ചെയ്ത ചെറുദോഷങ്ങൾ ആ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒലിച്ചു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു അതാ പള്ളിയിലേക്ക് വരുമ്പോൾ ഹൗലിൻ്റെ അവിടെ വെച്ച് ആളുകൾ ചെറുപ്പക്കാരിങ്ങനെ ഒലുവെടുക്കുന്നത് കാണുകയാണ്. ഒരു ചെറുപ്പക്കാരനോട് പറയാണ്, നീ ഉമ്മയെ വഴക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ, നീ വരുമ്പോ തെനയിത്താ വരുന്ന വഴിയിൽ അന്യ പെണ്ണിനെ നോക്കിയിട്ടുണ്ടല്ലേ. ഒരു ചെറുപ്പക്കാരനോട്, കാരണം കണ്ണിൽ നിന്ന് മുഖം കഴുകുമ്പോൾ അന്യ പെണ്ണിനെ കണ്ട ദോഷം ഈ ഒലുവിന്റെ വെള്ളത്തിലൂടെ ഒലിച്ചു പോകുന്ന നേരെ കാണുകയാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഓരോരുത്തരോട് പറയാൻ അവസാനം ഇങ്ങനെ ഓരോ ആളുകളുടെ തെറ്റും വിളിച്ചു പറയുമ്പോൾ അവർക്കിങ്ങനെ ഒരു വെറുപ്പ് തന്നെയല്ലോ. അതുകൊണ്ട് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് ചോദിച്ചത്, അള്ളാഹുവേ ഈ കറാമത്ത് എനിക്ക് വേണ്ട, ഈ പവർ എനിക്ക് വേണ്ട എന്ന് ദുആ ചെയ്യാൻ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ ഇമാം തയ്യാറായി. കാരണം ആളുകളുടെ വെറുപ്പ് വേണ്ടല്ലോ. ആ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് അവിടെ നിന്ന് ദർസ് നടത്തുന്ന സമയത്ത് അതാ ഒരു ചെറിയ കുട്ടി വന്നിട്ട് ദർസിന്റെ ഒരു മൂലയിൽ വന്നിരിക്കുകയാണ്. അപ്പണ്ട് പിന്നാലെ ഒരു ഉമ്മ വന്നിട്ട് ആ കുഞ്ഞിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് വല്ലാതെ കോപ്പിച്ചുകൊണ്ട് ചീത്ത പറയാൻ ഈ കുട്ടിയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയിട്ട് അപ്പുറത്തൊരു കൊല്ലനുണ്ട്, ഇരുമ്പിങ്ങനെ പഴുപ്പിച്ച് അതുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കൊല്ലനുണ്ട്. ആ കൊല്ലനെ സഹായിക്കാൻ വേണ്ടി ആക്കി കൊടുക്കുകയാണ്. നീ ഇവിടെ ജോലി ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ കുട്ടി അങ്ങോട്ട് കൊണ്ടാക്കി കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി വീണ്ടും വന്നിട്ട് അബൂ ഹനീഫ ഇമാമിന്റെ സദസ്സിലിരിക്കുകയാണ്, ഇൽമിന്റെ സദസ്സിൽ, ദർസിന്റെ മജ്ലിസിൽ. ഉമ്മ വീണ്ടും വന്ന് ചീത്ത പറഞ്ഞു. ദിവസങ്ങളോളം ഈ സംഭവം തുടർന്നു. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. അവസാനം ഒരു ദിവസം ഈ ഉമ്മ കുട്ടിയെ അടിക്കാൻ തുടങ്ങി. അടിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, ആ കുഞ്ഞ് അവിടെ നിൽക്കട്ടെ, ഫഇന്നഹു സയഅകുലുൽ ഫാലൂദജ വയസ്കുനുൽ ഖസ്റ. ഈ കുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഈ കുട്ടി കൊട്ടാരത്തിൽ താമസിക്കേണ്ടവനാണ്. വസയകുലുൽ ഫാലൂദജ, ഫാലൂദജ് തിന്നേണ്ട കുട്ടിയാണ്. അതെന്തിനാ അബൂ ഹനീഫ ഇമാം പറഞ്ഞേ? അടിച്ചപ്പോ അബൂ ഹനീഫ ഇമാമിന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മ പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടി എവിടെ ഇങ്ങനെ നിർത്തിയാൽ ഞാൻ വിധവയാണ്, ഈ കുട്ടി യതീമാണ്, ഇവന് ഭക്ഷണം കൊടുക്കണമെങ്കിൽ എൻ്റെ അടുക്കൽ കാശൊന്നുമില്ല, ആ കൊല്ലന് പോയി സഹായിച്ചു കൊടുത്താൽ ഒരു 1/2 ദീനാർ 1/2 ദിർഹം കിട്ടും, അതുകൊണ്ടാണ് ഞങ്ങൾ പട്ടിണി മാറ്റുന്നത്, അതുകൊണ്ട് കുട്ടിനെ നിങ്ങൾ ദർസിലിരുത്തരുത് എന്ന് അബൂ ഹനീഫ ഇമാമിനോട് പറഞ്ഞപ്പോഴാ അബൂ ഹനീഫ ഇമാം അവിടെ ആ കുട്ടി അവിടെ തന്നെ നിൽക്കട്ടെ, ഇൽമു പഠിക്കട്ടെ, ഈ കുട്ടി കൊട്ടാരത്തിൽ താമസിക്കേണ്ടവനാണ്. ഫാലൂദജ് തിന്ന, ഫാലൂദജ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് രാജാക്കന്മാര് മാത്രം അവരുടെ പ്രത്യേക സദ്യകളിൽ ഉണ്ടാക്കുന്ന ഫുസ്തുക്ക് പോലുള്ള വെള്ള സിംസിമ് പോലുള്ളതിന്റെ സത്ത എടുത്തിട്ട് ഉണ്ടാക്കുന്ന പ്രത്യേക മധുര പലഹാരമാണ്. അത് രാജാക്കന്മാരെന്നെ എപ്പോഴും ഉണ്ടാക്കൂല, അങ്ങനത്തെ പ്രത്യേക ഒരു ഭക്ഷണമാണത്. അത് തിന്നേണ്ടുന്നവനാണ് ഇവൻ എന്ന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, ആരാണ് ആ കുട്ടി എന്നറിയോ? പിൽക്കാലത്ത് ഈ കുട്ടി അബൂ ഹനീഫ ഇമാമിന്റെ അടുക്കൽ 10 വർഷത്തോളം പഠിച്ചു ഇൽമ്. അബൂ ഹനീഫ ഇമാം എന്ത് ചെയ്യും? സുറത്തൻ 100 ദീനാറിന്റെ കിഴി ഇങ്ങനെ കുട്ടിക്ക് കൊടുക്കും. ഇങ്ങോട്ട് ഉമ്മാക്ക് കൊടുക്കാൻ പാടും. അത് കഴിഞ്ഞാൽ വീണ്ടും പറയണമെന്ന് പറയും. മുത്താലിമിന് കാശ് കൊടുക്കുകയാണ് ഇൽമു പഠിക്കാൻ വേണ്ടി. കഴിഞ്ഞാൽ പറയണമെന്ന് പറയും, കഴിഞ്ഞാൽ വീണ്ടും കൊടുക്കും. അങ്ങനെ അബൂ ഹനീഫ ഇമാം സഹായിച്ച് 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 ഈ കുട്ടി 10 വർഷത്തോളം അബൂ ഹനീഫ ഇമാമിന്റെ അടുക്കൽ പഠിച്ചു. അബൂ ഹനീഫ ഇമാമിന് മരണത്തിന്റെ രോഗം വന്നു. മരണശയ്യയിൽ കിടക്കുമ്പോൾ തൻ്റെ ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ മരിച്ചാൽ നീയാണ് എൻ്റെ സ്ഥാനത്ത് ദർസ് നടത്തേണ്ടത്. സുബ്ഹാനല്ലാഹ്, അന്ന് ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ ലൗകാനദ്ദീനോ എന്താ സുറയ്യ, ദീന് അങ്ങകലെ ആകാശലോകത്ത് നക്ഷത്രങ്ങളുടെ അടുക്കലാണെങ്കിലും ദീനിന്റെ ഒരു മസ്അല അത് റജുലുൻ മിൻ അഹ്ലി ഫാരിസ്, പേർഷ്യക്കാരനായ ഒരു പണ്ഡിതൻ വരാനുണ്ട് എൻ്റെ ഉമ്മത്തില്, അവരത് കണ്ടെടുക്കുമെന്ന്
ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം അബു ഹനീഫ ഇമാമിനെ പറ്റിയാണെന്ന് എല്ലാ ഹദീസ് പണ്ഡിതന്മാരും പറയുന്നുണ്ട്. അത്ര വലിയ ആലിമാണ് ബഹുമാനപ്പെട്ട അബു ഹനീഫ റളിയല്ലാഹു അൻഹു. ആ അബു ഹനീഫ ഇമാമ പറയുന്നത്, ഞാൻ മരിച്ചാൽ എനിക്ക് പകരം ഇനി ദർസ് നടത്തേണ്ടുന്ന ആള് നിങ്ങളാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ ശിഷ്യനെ ഏൽപ്പിച്ചു. ആ സമയത്ത് ശിഷ്യൻ പറയാൻ, എനിക്ക് ചെറിയൊരു വസിയത്ത് വേണം, ഒരു ഇജാദത്ത് വേണം എന്ന് പറഞ്ഞപ്പോ ആ ശിഷ്യന് ബഹുമാനപ്പെട്ടവർ കൊടുത്തൊരു ഇജാദത്തുണ്ട്. എന്താണ് ഇജാദത്ത്? മനിയുൽ വത്വാത്തി കമനിയ്യിർ റജുലി. 10 കൊല്ലം മസല പഠിപ്പിച്ചത്, അവസാനം ഇജാദത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ മസല കൊടുക്കുന്നത്. മനിയുൽ വത്വാത്തി, വവ്വാലിന്റെ ഇന്ദ്രിയം, കമനിയ്യിർ റജുലി, അത് മനുഷ്യരിലുള്ള ആണുങ്ങളുടെ ഇന്ദ്രിയം പോലെയാണ്. ഒരു ഇജാദത്ത് വെച്ചപ്പോൾ അതാ കൊടുത്തത്. ശിഷ്യൻ വിചാരിച്ച്, എന്താ ഉസ്താദ് ഈ മസല തന്നത്? ഏതായാലും ഉസ്താദ് തന്നതല്ലേ, ഉസ്താദ് അത് പറഞ്ഞു മരിച്ചും ചെയ്തു. ഉസ്താദ് തന്ന മസലയല്ലേ, അതങ്ങ് മനസ്സിലങ്ങ് പതിപ്പിച്ചു. മനിയുൽ വത്വാത്ത് കമനിയ്യിർ റജുലി, എന്തെങ്കിലും എന്തുണ്ടാവും അതില്. അതേ ബഹുമാനപ്പെട്ടവർ മരിച്ചപ്പോ ഈ ശിഷ്യനാണ് പിന്നെ അവിടുത്തെ മുദരിസ്, പേര് അബൂ യൂസുഫ് എന്നാണ്. അബു ഹനീഫ ഇമാമിന്റെ ഹനഫി മദ്ഹബിൽ 3 ഇമാമുമാരാണ്. ഒന്ന് അബു ഹനീഫ ഇമാമാണ്, മറ്റ് സാഹിബാനി എന്നാ പറയാ. അബു ഹനീഫ ഇമാമിന്റെ 2 ശിഷ്യന്മാരുണ്ട്, ഒന്ന് അബൂ യൂസുഫും ഒന്ന് മുഹമ്മദ് ബിനുൽ ഹസനു ഷൈബാനി. ഇവർ 2 പേരുമാണ് അബു ഹനീഫ ഇമാമിന്റെ മദ്ഹബിനെ ലോകത്ത് പ്രചരിപ്പിച്ചത്. അത്ര വലിയ മഹാനായി മാറി അബൂ യൂസുഫ്. അവരോടാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, മനിയുൽ വത്വാത്തി കമനിയ്യിർ റജുലി. ഇതവിടെ മനപ്പാടാക്കി ദർസ് ഇങ്ങനെ തുടങ്ങി. ആ സമയത്ത് അന്ന് രാജ്യം ഭരിച്ചിരുന്നത് ഹാറൂൻ റഷീദ് രാജാവാണ്. അദ്ദേഹം എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തുപോയി. തിരിച്ച് 3-4 ദിവസം കഴിഞ്ഞു വന്ന് തന്റെ ബെഡ്റൂമിൽ കയറിയപ്പം ബെഡിലുണ്ട് പച്ച മനി ഇന്ദ്രിയം കാണുന്നുണ്ട്. 3-4 ദിവസം ഇവിടുന്ന് വിട്ടുപോയ ആളാണ്. വന്ന് നോക്കുമ്പോ ബെഡ്റൂമിൽ ബെഡിൽ മനിയുണ്ട്. രാജാവ് ആശങ്കയിലായി. ഭാര്യ ആരാ? സുബൈദയാണ്, വലിയ വലിയത്താണ്, വലിയ മഹദിയാണ്, ആർക്കും തർക്കമില്ല. സുബൈദ കനാലി എന്ന് പറഞ്ഞിട്ട് ആജിമാർക്ക് വെള്ളം എത്തിച്ചു കൊടുത്ത, ആ പണിയൊക്കെ ചെയ്ത വലിയ മഹദിയാണ്. അങ്ങനെ ആശങ്കയിലായി ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് എന്നവര് പല വണ്ടിയന്മാരോടും കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവസാനം അന്നത്തെ ഏറ്റവും വലിയ ദർസ് നടത്തുന്ന പണ്ഡിതൻ അബൂ യൂസുഫ് എന്ന് പറയുന്ന മഹാന്റെ അടുക്കൽ ചെന്നു. രാജാവ് കാര്യം പറഞ്ഞു, ഞാൻ 3-4 ദിവസം പുറത്തായിരുന്നു, ഇപ്പൊ വന്നു നോക്കുമ്പോൾ ബെഡിൽ ഇങ്ങനെ മനിയ് കാണുന്നുണ്ട്, പച്ച മനിയ്, ഇതിനൊരു പരിഹാരം പറഞ്ഞു തരണം. അപ്പോ ബഹുമാനപ്പെട്ടവർ ഓർത്തുപോയി, ഉസ്താദ് ഒരു മസല പറഞ്ഞിട്ടുണ്ടല്ലോ, ഉസ്താദ് എനിക്കൊരു വസിയത്ത് തന്നിട്ടുണ്ടല്ലോ. അവര് പറഞ്ഞു, എനിക്ക് ബെഡ്റൂം ഒന്ന് പരിശോധിക്കണം. രാജാവിന്റെ ബെഡ്റൂം പരിശോധിക്കണം എന്ന് അന്ന് പറയണമെങ്കിൽ അത്ര വലിയ ധൈര്യമുള്ള വണ്ടിയന്മാരാവണം. രാജാവ് പറഞ്ഞു, അത് നിങ്ങൾ പരിശോധിച്ചോളൂ. അങ്ങനെ കൊട്ടാരത്തിൽ നിന്നു ബെഡ്റൂമിന്റെ അകത്ത് കയറി മുകളിൽ ഇങ്ങനെ നോക്കുമ്പോ കാറ്റ് വരാൻ വേണ്ടി ചെറിയൊരു ഹോളുണ്ട്. അപ്പൊ ഒരു കോണി കൊണ്ടുവരാൻ പറഞ്ഞു. ആ കോണിൽ കയറി നോക്കുമ്പോ 2 വവ്വാലുകളുണ്ട്. അതിൽ അവര് പരസ്പരം ഇണചേർന്നിട്ട് തെറിച്ച മനിയാണിത്. മനിയുൽ വത്വാത്തി കമനിയ്യിർ റജുലി. അബു ഹനീഫ ഇമാം എന്ന ഷെയ്ഖ് ഉസ്താദ് അന്ന് മരണശയ്യയിൽ കിടക്കുമ്പോ ഇജാദത്ത് ചോദിച്ചപ്പോ പറഞ്ഞ മസ്അല വസിയത്ത് അത് ഓർത്തിട്ട് പറഞ്ഞു, രാജാവേ, ഇത് വത്വാത്തിന്റെ മനിയാണ്, ഇത് മനുഷ്യരുടേതല്ല. അതേ സമയത്ത് പക്ഷികളിൽ നിന്ന്, ജീവികളിൽ നിന്ന് മനുഷ്യന്റെ മനിയിനോട് സാദൃശ്യമായ മനിയാണ് ഇതിൻ്റെത്. അതന്ന് പക്ഷിശാസ്ത്രജ്ഞന്മാർക്കും ആർക്കും അറിയില്ല. രാജാവ് എന്ത് ചെയ്തു? പക്ഷിശാസ്ത്രജ്ഞരെ വിളിച്ചു. അവര് പരിശോധന നടത്തി, ഗവേഷണം നടത്തി. അന്നാണ് അവരും ആ അറിവ് പഠിക്കുന്നത്. അവര് പ്രഖ്യാപിച്ചു, അങ്ങനെ തന്നെയാണ്. ഇത് ഒട്ടാകെ പരന്നു, എല്ലാവരും ഇത് അറിഞ്ഞു. രാജാവ് വലിയ സമ്മാനം കൊടുത്തു, സ്വർണ്ണ നാണയങ്ങള്. രാജാവിന്റെ പത്നി അവരും കൊടുത്തു സ്വർണ്ണ നാണയങ്ങൾ, സമ്മാനം കൊടുത്ത്. രാജാവ് പറഞ്ഞു, ഈ കൊട്ടാരത്തിൽ താമസിക്കേണ്ട ആള് നിങ്ങളാണ്, ഞങ്ങളല്ല. അങ്ങനെ കൊട്ടാരത്തിന്റെ ഒരു ഭാഗം ഒഴിഞ്ഞു കൊടുത്തു അബൂ യൂസുഫ് റഹിമഹുല്ലാ. അങ്ങനെ രാജാവിന്റെ കൊട്ടാരത്തിൽ താമസമാക്കി. അന്നുള്ള വലിയ പണ്ഡിതന്മാരെ മുഴുവനും വിളിച്ച് കൊട്ടാരത്തിൽ വലിയ സദ്യ കൊടുക്കുകയാണ് ഹാറൂൻ റഷീദ് രാജാവ്. ആ സദ്യ വിളമ്പിയപ്പോ നല്ല ഒരു സിംഹാസനം, ആ സിംഹാസനത്തിൽ ഹാറൂൻ റഷീദ് രാജാവിന്റെ വലതുഭാഗത്തിരിക്കുന്നത് അബൂ യൂസുഫാണ്. അങ്ങനെ ഇരിക്കുമ്പോ സദ്യ കൊണ്ടുവന്നു, എല്ലാവർക്കും ഭക്ഷണം കൊണ്ടുവന്നു, കൂട്ടത്തിൽ ഫാലൂദജു കൊണ്ടുവന്നു, രാജാവിന്റെ മുമ്പിൽ വെച്ചു. രാജാവ് ആ ഫാലൂദജ് അബൂ യൂസുഫ് എന്നവരുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഇത് കഴിക്കേണ്ട ആള് നിങ്ങളാണ്.
അങ്ങനെ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ച് കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ട് താൻ ചെറിയ കുട്ടിയാകുമ്പോൾ അബൂ ഹനീഫ ഇമാമിൻ്റെ ഇൽമിൻ്റെ ഹൽക്കയിൽ മജ്ലിസിൽ വന്നിരുന്ന് ഉമ്മ ചീത്ത പറഞ്ഞ സമയത്ത് തൻ്റെ ഉസ്താദ് അബൂ ഹനീഫ ഇമാം അന്ന് ഉമ്മയോട് പറഞ്ഞ വാചകം, അബൂ ഹനീഫ ഇമാമു പറഞ്ഞ വാചകം അബൂ യൂസുഫ് എന്നവർ ഓർത്ത് രണ്ട് കണ്ണിലൂടെയും കണ്ണീര് വന്ന ചരിത്രം ബഹുമാനപ്പെട്ട അയിമ്മത്ത് രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഞാൻ ഈ സംഭവം പറഞ്ഞത് എന്തിനാണ്? നമ്മുടെ അയിമ്മത്തുകൾ എന്ന് പറയുന്നത് 4 മദ്ഹബിന്റെ ഇമാമുമാര്, അവരത്ര ആത്മീയമായ രംഗത്ത് കറാമത്തുള്ള മഹാന്മാർ, ഇത്ര വലിയ മഹാന്മാര് വേറെ ഇല്ല. ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഷെയ്ഖിന്റെ ഷെയ്ഖ് ദാവൂദ് ത്വായി റളിയല്ലാഹു അൻഹുവിന്റെ ഷെയ്ഖ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ എല്ലാ കുത്തുബുകളുടെയും ഷെയ്ഖുമാരാണ് അയിമ്മത്തുൽ അർബ. അവരത്ര വറയുള്ളവര്, അവരത്ര സൂക്ഷ്മതയുള്ളവര്, അവരെപ്പോലെ ഇതുപോലെ കറാമത്ത് പറഞ്ഞവര് ലോകത്ത് പറയില്ല. അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല, ഞാൻ പറഞ്ഞു വന്നത് ആ അയിമ്മത്തുകൾ ഇവിടെ പഠിപ്പിച്ചു തന്ന മസ്അലകള് അത് ശരീഅത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഉണർവിലും അല്ലാതെയും ഉറപ്പിച്ചതുമാണ്. അത് കേവലം സ്വപ്നമല്ല, നഖിലിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്ത് എന്നിട്ട് നബി തങ്ങളുമായി ഒരുമിച്ച് കൂടി അതിനെ അവർ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും പേക്കൂല. ഇൽമു നബിയിൻ, അമ്പിയാക്കളുടെ ഇൽമു പേക്കൂല. ആ വഹിന്റെ ഇൽമാണ് അയിമ്മത്ത് ഇവിടെ പറഞ്ഞു എന്നത്. അതാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് നമ്മുടെ കേരളത്തിൽ വന്ന് നമ്മുടെ ഉപ്പാപ്പമാർക്ക് കൈമാറിയത്. സ്വഹാബത്താണ് നമ്മുടെ ഉപ്പാപ്പമാർക്ക് ദീൻ ഇവിടെ കൈമാറിയത്. അതിൽ സംശയത്തിന് യാതൊരു വകയില്ല. ആ സ്വഹാബത്ത് ഇവിടെ പള്ളിയെടുത്ത് ഇവിടെ ഇൽമു പ്രചരിപ്പിക്കാനുള്ള ദർസുകൾ ഉണ്ടാക്കി അങ്ങനെ കൈമാറി വെറും ഗ്രന്ഥങ്ങളിലൂടെ മാത്രമല്ല, അതുപോലെ തന്നെ വാമൊഴിയായിട്ടും മാത്രമല്ല, അത് രണ്ടും സമ്മിശ്രമായിട്ട് അങ്ങനെയാണ് ഇൽമു ഇവിടെ നമുക്ക് കൈമാറി കിട്ടിയത്. ഈ ഇൽമിന് എതിരെ ഒരു ഇൽഹാമും വരൂല, ഈ ഇൽമിനെതിരെ ഒരു കശ്ഫും ഉണ്ടാവില്ല. ഞാൻ ഒരൊറ്റ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കശ്ഫും വരൂല. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത എന്ന് പറയുന്ന കിതാബ് പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും അറിയാം. അതിലുണ്ട് കിതാബ് സക്കാത്തിൽ, കിതാബ് സക്കാത്തുൽ റിക്കാസ് എന്ന് പറയുന്ന, റിക്കാസ് എന്ന് പറഞ്ഞാൽ ദഫീനുൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്ത് കുഴിച്ചിടപ്പെട്ട നിധി അത് കിട്ടിയാൽ അതിന് സക്കാത്ത് കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ആ അധ്യായത്തിൽ വഫിർ റിക്കാസിൽ ഖുമുസു എന്ന് പറഞ്ഞിട്ട് 5 കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് റിക്കാസുമായി ബന്ധപ്പെട്ട ഹദീസ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്തയിൽ കൊടുത്ത് അതിന്റെ ശറഹിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഫഖീഹും മുഹദ്ദിസും മഹാനുമായിരുന്നു ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം. അവരെ തൊട്ട് ഉദ്ധരിക്കുക, അവരുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉദ്ധരിക്കുകയാണ്. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്താ പറയുന്നത്, അന്നത്തെ ഒരു പണ്ഡിതൻ സ്വപ്നം കണ്ടു. ആരെ സ്വപ്നം കണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. സ്വപ്നമൊക്കെ ഹക്കാണ്, ഉറപ്പാണ്, നബിയെ തന്നെയാണ് കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം മഹാനാണ്, നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നാലിന്ന സ്ഥലത്ത് റിക്കാസ് ഉണ്ട്, അത് പോയി കളച്ചെടുത്തോ എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കിട്ടിയിട്ട് ആ റിക്കാസിൽ ഒന്നും കൊടുക്കേണ്ടതില്ല, ഒരു സക്കാത്തും കൊടുക്കണ്ട എന്നും പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. അങ്ങനെ അദ്ദേഹം ഈ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ സ്ഥലം പോയിട്ട് കളച്ചപ്പോൾ നിധി കിട്ടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ സംഗതി കിട്ടി. എന്നാൽ കൂട്ടത്തിൽ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, സക്കാത്ത് കൊടുക്കേണ്ട അതിൽ എന്നും കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് സംശയമായി. കാരണം അയിമ്മത്തുകളൊക്കെ റിക്കാസിൽ സക്കാത്ത് ഉണ്ട് എന്നാണല്ലോ ശരീഅത്തിന്റെ നിയമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് നേരിട്ട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാണല്ലോ, ഇന്ന സ്ഥലത്ത് നിധിയുണ്ട്, അത് എടുത്തോ, റിക്കാസാണത്, അതിന് നീ എന്ത് ചെയ്യേണ്ട, സക്കാത്ത് കൊടുക്കണ്ട എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞതുപോലെ അത് കിട്ടും ചെയ്തല്ലോ. അങ്ങനെ ആലിമീങ്ങളോട് പലരോടും മസല ചോദിച്ചു. ചിലര് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ സ്വപ്നം കണ്ടത് സത്യമാണല്ലോ, ഇത് കിട്ടും ചെയ്തല്ലോ, അതുകൊണ്ട് സക്കാത്ത് കൊടുക്കണ്ട എന്ന് ചില ആലിമീങ്ങളൊക്കെ പറഞ്ഞു. ആ വിവരം അവസാനം അവര് അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനായ സുൽത്താനുൽ ഉലമ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങളുടെ അടുക്കൽ ആ വിവരമെത്തി. അവര് ചെന്ന് ചോദിച്ചു. സുൽത്താനുൽ ഉലമ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാണെങ്കിലും സക്കാത്ത് കൊടുക്കണം,
സക്കാത്ത് കൊടുക്കണ്ട എന്ന് നിങ്ങൾ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്ത് ദീൻ ഇവിടെ സ്വഹാബത്തിന് പഠിപ്പിച്ചപ്പം ഹയാത്ത് കാലത്ത് നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചതിരിക്കാതിൽ സക്കാത്തുണ്ട് എന്നാണ്. അതിന് വിരുദ്ധമായി ഏത് സ്വപ്നമാണെങ്കിലും അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം ചിലപ്പോൾ ഇദ്ദേഹം കേട്ടോടുത്ത്, കാരണം കണ്ട ആള്, സ്വപ്നം കണ്ട ആള്, അയാൾ കേട്ടോടുത്ത് എന്തെങ്കിലും തകരാറ് വരാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്ദുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ പറഞ്ഞു സക്കാത്ത് കൊടുത്തോളണം. ആ സ്വപ്നം പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്ത് പറഞ്ഞ മസലക്കെതിരെ ചെയ്യാൻ പറ്റില്ല. അത് തന്നെ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജിൽ പറഞ്ഞില്ലേ, റമദാൻ മാസം നമുക്ക് വലിയാണ് എന്ന് ഉറപ്പുള്ള ഒരാള്, സംശയമുള്ള ആളല്ല, വലിയാണെന്ന് 100% ഉറപ്പുള്ള വലിയൊരു മഹാൻ നമ്മോട് പറയാണ് നാളെ റമദാനാണ്. ശഅബാൻ 29 പറയാണ് നാളെ റമദാനാണ് എന്ന് എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാലും മാസം കണ്ടിട്ടില്ലേ, നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു കുത്തുബാൻ, ഇമാം നബവി റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ കുത്തുബാൻ. ആ നബവി റളിയല്ലാഹു അൻഹു പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട്, അല്ലെങ്കിൽ കശ്ഫുണ്ട്, കശ്ഫിലൂടെ മഹാൻ പറയാൻ, മഹാനാണെന്ന് ഉറപ്പുള്ള പോലെ പറ്റാട്ടോ ഈ പറയുന്നത്, വലിയാണെന്ന് 100% ഉറപ്പുള്ള ആള്, കശ്ഫുണ്ട് എനിക്ക് നാളെ റമദാനാണ്, അല്ലെങ്കിൽ എൻ്റെ വിലായത്തിന്റെ കണ്ണുകൊണ്ട് ഞാൻ മാസം കാണുന്നുണ്ട് എന്ന് പറഞ്ഞാലും സാധാരണ നഗ്നനേത്രം കൊണ്ട് മാസം കണ്ടിട്ടില്ലെങ്കിൽ അവിടെ നോമ്പ് നോൽക്കേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു. കാരണം എന്താ? നബി തങ്ങൾ ജീവിതകാലത്ത് ഇവിടെ പഠിപ്പിച്ച ഒരു ശരീഅത്തുണ്ട്, സൂമൂ ലിറുയ്യതിഹി വഫ്തിറൂ ലിറുയ്യതിഹി ഫഇൻ ഗുമ്മ അലൈക്കും ഫാക്മിലുൽ ഇദ്ദത 30. ഈ ഹദീസ് വെച്ചുകൊണ്ട് അയിമ്മത്തുകൾ എല്ലാവരും ഏകകണ്ഠേന പറഞ്ഞതാണ് ശഅബാൻ 29 അസ്തമന ശേഷം മാനത്ത് അമ്പിളി നഗ്നനേത്രം കൊണ്ട് കണ്ടാൽ നോമ്പ് നോൽക്കാം, ഇല്ല എങ്കിലോ 30 പൂർത്തിയാക്കണം. അതിന് വിരുദ്ധമായി ഞാൻ എൻ്റെ വിലായത്തിന്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, ആ പവർ കൊണ്ട് കാണുന്നുണ്ട്, എനിക്ക് കശ്ഫുണ്ട്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് സ്വപ്നത്തിൽ വന്ന്, അല്ലെങ്കിൽ റൂഹിയായിട്ട് വന്ന് എന്നോട് പറഞ്ഞു, അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അത് ഈ മസ്അലയ്ക്ക് എതിരായതുകൊണ്ട് പറ്റില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ ശരീഅത്തിന്റെ മുനയുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. കുഫറായി പോവാത്. റസൂലുള്ളാഹി ഇവിടെ പഠിപ്പിച്ച ശരീഅത്തിന്റെ മുനാദി ഞങ്ങൾ ഒടിച്ചു കളയുന്നു ഒരുത്തൻ പറഞ്ഞാൽ അത് കുഫറായി പോകും, ഗൗരവമുള്ള കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ വിഷയം മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയും കൊണ്ട് ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട്, മഹദി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, മഹദി അലൈഹിസ്സലാം. കേരളത്തിൽ അതിൻ്റെ ബ്രാഞ്ച് ഒരു ബാക്കവി എന്ന് ബിരുദമുള്ള ഒരാൾ, അതിൽ പെട്ടുവാക്കാൻ വേണ്ടി പറയാൻ എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, ബാക്കവി എന്ന് ബിരുദമുള്ള ഒരാളാണ്. അദ്ദേഹമാണ് പറയുന്നത് മഹദി അലൈഹി സ്വലാത്തു വസ്സലാം. ഞാനൊരു 4 മാസം മുന്നേ അതുമായി സൂചനയിലൊന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു മറുപടി യൂട്യൂബിൽ പറഞ്ഞു കേട്ടു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുമ്പുണ്ട് പിമ്പുണ്ട്, മുമ്പിലായിരുന്നു മലക്കുകൾ, ജിന്നുകൾ ബാക്കിലായിരുന്നു, അതുകൊണ്ട് ജിന്നുകൾ അള്ളാഹിന്റെ മുഖം കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് ജിസ്മുണ്ട് എന്ന് പറയുന്ന ഒരു പുസ്തകം അവരെഴുതിയത് ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, ബുഖാരിയിൽ ഹദീസില്ലേ, ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തിഹി, അള്ളാഹിന്റെ രൂപത്തിൽ എന്ന് അദ്ദേഹം അർത്ഥം വെക്കുന്നത്. അള്ളാഹുവിന്റെ രൂപത്തിൽ ആദമിനെ പഠിച്ചു, തൂലു സിത്തുന ദിറാ, അള്ളാഹുവിന് 60 മുഴാന്നും ബുഖാരിയിലില്ലേ എന്ന് ചോദിക്കാൻ മാത്രം വിവരം കെട്ടുപോയി, അതപ്പതിച്ചു പോയി ഈ സമൂഹം എന്ന് നാം മനസ്സിലാക്കണം. ആ നിലക്ക് മഹദി അലൈഹിസ്സലാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ പരിചയപ്പെടുത്തുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ സ്ത്രീകളെ അതിൽ ധാരാളം ചേർത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പലരും എന്നോട് പറഞ്ഞ്, ആ അടിസ്ഥാനത്തിൽ സഹോദരിമാരെൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിലും അതുപോലെ വാട്സാപ്പിലൊക്കെ ഇപ്പം ആത്മീയ മജ്‌ലിസ് പലതും നമ്മുടെ നേതൃത്വവും നമ്മുടെ അതുപോലെ തന്നെ അയിമ്മത്തുകളും പണ്ഡിതന്മാരും ഒന്നും അറിയാത്ത പറയാത്ത അത്തരം ചാനലുകളുമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയും കൊണ്ട് വഉലിദ നബിയുനാ മുഹമ്മദുൻ ഫീ ബൽദത്തി കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടൊരു മൗലിദ് ഇറക്കിയിരുന്നു. കോഴിക്കോട്ട് പിറന്ന നബി എന്ന് പറഞ്ഞിട്ട് അത് ഒരു ബീരാൻകുട്ടി ഫൈസി എന്ന ആളാണ് ആ മൗലിദ് എഴുതിയത്. അപ്പൊ ഇങ്ങനെ പല ബിരുദവും പല പേരും പറഞ്ഞിട്ട് ആര് വന്നാലും ഇവിടെ അല്ലാഹുവിന്റെ ദീന് സ്വഹാബത്ത് കൈമാറി തന്ന ദീനിനെതിരെ പറയുന്നതൊക്കെ അപകടമാണ് എന്ന് മനസ്സിലാക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനായി മനസ്സിലാക്കി ഉലമാഇന്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് അവരെ പിന്നിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൽ വലിയ മാതൃക കാണിച്ചു തന്ന ആളാണ് ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ. അവരുടെ ദർജ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ മക്കൾ, കുടുംബങ്ങൾ, പേരമക്കൾ, അവരുമായി ബന്ധപ്പെട്ടവർ, ശിഷ്യന്മാർ എല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അവരുടെയൊക്കെ ബറക്കത്ത് അല്ലാഹു നമുക്കും നമ്മുടെ ദീനിലും ദീനി പ്രവർത്തനത്തിലും ഒക്കെ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.